കടല വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായി നേരത്തെ കുതിർത്ത് വെച്ച കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിലേക്ക് 2 കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അധികം പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി മുട്ട ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടലയിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മുട്ട ചിക്കിയതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കടല വെച്ച് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ കണ്ടത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇത് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായും സോസ് ചേർത്തും നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി കാണും വരേക്കും താങ്ക് യു.